ദൈവത്തിന് സ്തുതി. വളരെ ലളിതമായി വരയ്ക്കാവുന്ന ചില ചിത്രങ്ങളുണ്ട്. ഒരു വളഞ്ഞ വര, അതിനോട് ചേർന്ന് കണ്ണട പോലെ ഒരു വൃത്തം. ഇത് കൂട്ടി വായിക്കുമ്പോൾ മഹാത്മാഗാന്ധി എന്ന പേരും അഹിംസ എന്ന വലിയ ആശയവുമൊക്കെ നമ്മുടെ മനസ്സിൽ തെളിയുകയാണ്. നീല ബോർഡറുള്ള സാരിയുടെ ചിത്രത്തിനുള്ളിൽ നമ്മളറിയാതെ ആ അമ്മയെ, ചുളിവുകളുള്ള മുഖവുമായി നിൽക്കുന്ന മദർ തെരേസയെ ഓർമ്മ വരികയും ഒപ്പം അതുര സേവനത്തിൻ്റെ വലിയ വാതായനങ്ങൾ നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുകയും ചെയ്യുകയാണ്. ചില സാന്നിധ്യങ്ങൾ അങ്ങനെയാണ്. വളരെ ചെറുതായി നിന്നുകൊണ്ട് ലോകത്തിന് മുഴുവൻ പ്രകാശമേകുന്ന ദീപ്ത സാന്നിധ്യങ്ങളായി മാറുന്നു. ഈശോയിൽ പ്രേമുള്ളവരെ, ചെറിയ അജഗണമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്നും ലോകത്തിൻ്റെ പുളിമാവാണെന്നും ലോകത്തിൻ്റെ പ്രകാശമാണെന്നുമൊക്കെ അവിടുന്ന് പറയുമ്പോൾ അവിടുന്ന് അർത്ഥമാക്കുന്ന കാര്യവും മറ്റൊന്നല്ല. നിങ്ങൾ ചെറിയ സാന്നിധ്യമായി നിന്നുകൊണ്ട് ലോകത്ത് മുഴുവൻ വിരാജിക്കുന്നവരായി മാറുക, നന്മയുടെ വക്താക്കളായി മാറുക. എന്നാൽ ചോദ്യം ഇതാണ്: എൻ്റെ ചുറ്റിലുമുള്ള തിന്മയുടെ മണ്ഡലങ്ങളെ, അക്രൈസ്തവികതയുടെ മണ്ഡലങ്ങളെ പ്രകാശമാനമാക്കുവാൻ മാത്രം എന്നിലെ ദീപം എരിയുന്നുണ്ടോ? മറ്റുള്ളവരുടെ ജീവിതത്തിന് ലവണമേകുന്ന, രുചിയേകുന്ന ഒരു ദീപ്ത സാന്നിധ്യമായിട്ട് എന്നിലെ ലവണത്വം മാറുന്നുണ്ടോ? പുളിപ്പേകിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് ലഹരിയേകുന്ന, സന്തോഷമേകുന്ന ഒരു ആളായി എന്നിലെ ക്രൈസ്തവീകത രൂപപ്പെടുന്നുണ്ടോ?